അധ്യായം 5. വിശ്വസ്ത സഹായി. മുഹമ്മദ് നബി ഇഹലോകം വെടിഞ്ഞു. ജീവിതത്തിന്റെ അഖില മേഖലകളിലും തങ്ങളോടൊപ്പം ജീവിച്ച് വെളിച്ചം കാണിച്ച നാളമാണ് പൊലിഞ്ഞത്. ഈ യാഥാർത്ഥ്യത്തിനു മുന്നിൽ പ്രമുഖരായ പല സ്വഹാബികളും പതറി. ഉമറിനെ പോലെയുള്ള ധീരയോദ്ധാക്കൾ പോലും പരിഭ്രാന്തരായി. അതവരിൽ കടുത്ത ആഘാതം സൃഷ്ടിച്ചു. തികച്ചും സ്വാഭാവികമാണല്ലോ അത്. അവരിൽ ഓരോ പുരുഷനും സ്ത്രീക്കും ബാലനും ബാലികയ്ക്കും നബി തിരുമേനി വത്സല പിതാവായിരുന്നു, സഹോദരനും സുഹൃത്തുമായിരുന്നു, ദൈവദൂതനും ദൗത്യവാഹകനുമായിരുന്നു, വിമോചകനും പരിരക്ഷകനുമായിരുന്നു. തങ്ങളെ ഇനി ആര് നയിക്കും? സമുദായ നേതൃത്വം ആരിലാണിനി അർപ്പിക്കുക? ഭരണം നടത്തുന്നത് ആര്? പ്രവാചകൻ പിൻഗാമിയെപ്പറ്റി യാതൊരു സൂചനയും നൽകിയിരുന്നില്ല. അതിനാൽ അനൈക്യം കടന്നു വരുമോ? അധികാര മത്സരവും ഗോത്രവഴക്കും വർഗകലഹവും തിരിച്ചു വരുമോ? ഇസ്ലാമിക സമൂഹത്തെയും രാഷ്ട്രത്തെയും ദുർബലമാക്കുന്ന ശിഥിലീകരണ ശക്തികൾ തലപൊക്കുമോ? ഈ ചിന്ത അധികം ആളുകളെയും പിടികൂടി. അതവരുടെ അന്തരംഗങ്ങളിൽ നൊമ്പരങ്ങളായി. ഭാവിയുടെ ഗർഭഗൃഹത്തിൽ ഭിന്നതയുടെ വിഷബീജങ്ങൾ വളരുമോ എന്ന ആശങ്ക അവരെ ആകുലചിത്തരാക്കി. ഇസ്ലാമിക മനസാക്ഷിയുമായി കൂടുതൽ താദാത്മ്യം പ്രാപിച്ചവരെ അതേറെ വിഷമിപ്പിച്ചു. അതിനാലാണ് ഉമർ അബൂ ഉബൈദയോട് പറഞ്ഞത്, കൈ നീട്ടിയാലും ഞാൻ താങ്കളെ ഖലീഫയായി ബൈഅത്ത് അഥവാ അനുസരണ പ്രതിജ്ഞ ചെയ്യാം. പ്രവാചക പ്രഖ്യാപനമനുസരിച്ച് താങ്കൾ ഈ സമുദായത്തിലെ വിശ്വസ്തനാണ്. അബൂ ഉബൈദ അത് അംഗീകരിച്ചില്ല. അബൂബക്കർ സിദ്ദീഖ് ജീവിച്ചിരിക്കുന്ന സമൂഹത്തിൽ താൻ നേതൃത്വം ഏറ്റെടുക്കുന്നത് അദ്ദേഹത്തിന് ആലോചിക്കാൻ പോലും സാധ്യമായിരുന്നില്ല. അധികാരത്തിന് ഏറ്റവും അവകാശി ആര്? അൻസാറുകളോ മുഹാജിറുകളോ? അബൂബക്കറോ അലിയോ? അക്കാര്യത്തിൽ അവർ ഭിന്ന വീക്ഷണക്കാരായിരുന്നു. അത് സ്വാഭാവികവുമാണല്ലോ. എല്ലാവരും അർഹരും പ്രഗത്ഭരുമായ സമൂഹത്തിൽ ഏറ്റവും യോഗ്യരായവരെ കണ്ടെത്തലാണ് കൂടുതൽ പ്രയാസകരം. അൻസാറുകൾ ബനൂ സായിദ സൗദത്തിൽ ഒരുമിച്ചു. വിവരമറിഞ്ഞ് അബൂബക്കറും ഉമറും അബൂ ഉബൈദയും സ്ഥലത്തെത്തി. ഖിലാഫത്തിന് അർഹർ തങ്ങളാണെന്ന് അൻസാറുകൾ ധരിച്ചു. അതവർ തുറന്നു പറഞ്ഞു. അതിനാവശ്യമായ ന്യായവാദങ്ങൾ സമർപ്പിച്ചു. എന്നാൽ അവ തികച്ചും ദുർബലങ്ങളാണെന്ന് ബോധ്യമായ അൻസാറുകൾ തങ്ങളുടെ ഉദ്യമത്തിൽ നിന്ന് പിന്തിരിഞ്ഞു. അവസാനം കാര്യം തീരുമാനിക്കാനുള്ള അവസരം അബൂ ഉബൈദക്കും ഉമറിനും ലഭിച്ചു. ഉമർ ഈ സന്ദർഭം ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. ഭിന്നിപ്പ് ഉണ്ടാവാനുള്ള സാധ്യത ഒഴിവാക്കി എല്ലാവരും കേൾക്കെ ഉച്ചത്തിൽ പറഞ്ഞു, അബൂബക്കർ കൈനീട്ടു. അദ്ദേഹം അതനുസരിച്ചു. ഉമർ അദ്ദേഹത്തെ ബൈഅത്ത് ചെയ്ത് ഇങ്ങനെ പറഞ്ഞു, അബൂബക്കർ, നമസ്കാരത്തിന് നേതൃത്വം നൽകാൻ നബി താങ്കളോട് കൽപ്പിച്ചിരുന്നില്ലേ? അതിനാൽ താങ്കളാണ് ദൈവദൂതന്റെ ഖലീഫ. ഞങ്ങളിതാ താങ്കൾക്ക് അനുസരണ പ്രതിജ്ഞ ചെയ്യുന്നു. അള്ളാഹുവിന്റെ റസൂലിന് നമ്മളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തി തന്നെയാവട്ടെ നമ്മുടെ ഭരണാധികാരി. ഈ വാക്കുകൾ അവിടെ സന്നിഹിതരായവരുടെ മനസ്സുകളെ സ്വാധീനിച്ചു. ആ പ്രഖ്യാപനം പ്രവാചകന്റെ അന്ത്യാഭിലാഷം പൂർണ്ണമായും പ്രതിഫലിപ്പിക്കുന്നതായിരുന്നു. അതോടെ അവർക്കിടയിലെ അഭിപ്രായ വ്യത്യാസം അവസാനിച്ചു. തുടർന്ന് അബൂ ഉബൈദയും അബൂബക്കറിന് അനുസരണ പ്രതിജ്ഞ ചെയ്തു. പിന്നീട് മറ്റുള്ളവരും. ചടങ്ങ് പൂർത്തിയായതോടെ എല്ലാവരും പള്ളിയിലേക്ക് പോയി. പ്രവാചകന്റെ മൃതദേഹം സംസ്കരിച്ചു. പിറ്റേ ദിവസം അബൂബക്കർ പള്ളിയിലെ പ്രസംഗപീഠത്തിൽ ഉപവിഷ്ടനായി. അദ്ദേഹത്തിന്റെ അടുത്ത് വെച്ച് ഉമറുൽ ഫാറൂഖ് നബിയുടെ മരണവൃത്താന്തം സംബന്ധിച്ച് താൻ രേഖപ്പെടുത്തിയ അഭിപ്രായത്തിൽ ഖേദം പ്രകടിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞു, കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളോട് ചില കാര്യങ്ങൾ പറഞ്ഞു. അവ ഞാൻ അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിൽ നിന്ന് മനസ്സിലാക്കിയതല്ല, അവന്റെ ദൂതൻ അറിയിച്ചു തന്നതുമല്ല. നബി എക്കാലവും നമ്മുടെ പ്രശ്നങ്ങൾ നിയന്ത്രിക്കാൻ നമ്മളോടൊപ്പം ഉണ്ടായിരിക്കുമെന്ന് തെറ്റിദ്ധരിച്ച് പറഞ്ഞതാണ്. അള്ളാഹുവിന്റെ ഗ്രന്ഥം നമ്മുടെ വശമുണ്ട്. അത് കാരണമാണ് നബി സന്മാർഗം പ്രാപിച്ചത്. അത് പിൻപറ്റിയാൽ നാമും സന്മാർഗികളാവും. നിങ്ങളിൽ ഏറ്റവും ഉത്തമനായ വ്യക്തിയുടെ നേതൃത്വമാണ് സർവശക്തൻ നമുക്ക് നൽകിയിട്ടുള്ളത്. അബൂബക്കർ പ്രവാചകന്റെ കൂട്ടുകാരനും ഹിജ്റ വേളയിൽ ഗുഹയിലുണ്ടായിരുന്ന രണ്ടാളുകളിൽ രണ്ടാമനുമാണ്. അതിനാൽ നിങ്ങൾ അദ്ദേഹത്തിന് ബൈഅത്ത് ചെയ്യുക. ജനങ്ങളെല്ലാം അബൂബക്കറിന്റെ നേതൃത്വം അംഗീകരിച്ചു. അനുസരണ പ്രതിജ്ഞ ചെയ്തു.
അതോടെ ബനു സായിദ അങ്കണത്തിൽ പരിമിതമായ വ്യക്തികൾ മാത്രം നടത്തിയ ബൈഅത്തിന് ശേഷമുള്ള പൊതുപ്രതിജ്ഞയും പൂർത്തിയായി. ഇവിടെ സമുദായത്തിന്റെ പ്രതീക്ഷക്കൊത്തുയരാൻ ഉമറുൽ ഫാറൂഖിന് സാധിച്ചു. അദ്ദേഹത്തിന്റെ അസാമാന്യമായ നയചാതുരിയും വിവേകപൂർണമായ സമീപനവുമാണ് ആശങ്കാകുലമായ അനിശ്ചിതത്വം അവസാനിപ്പിച്ച് കാര്യങ്ങൾ എളുപ്പമാക്കിയത്. പ്രശ്നപൂർണമായ ഘട്ടത്തിലാണ് അബൂബക്കർ അധികാരമേറ്റത്. സിറിയയിൽ റോമക്കാരുമായി പൊരുതാൻ നബി ഉസാമത്ത് ബിൻ സെയ്ദിന്റെ നേതൃത്വത്തിൽ സൈന്യത്തെ സജ്ജമാക്കിയിരുന്നു. എങ്കിലും അവരുടെ നിയോഗം കഴിഞ്ഞിരുന്നില്ല. അത് പൂർത്തീകരിക്കേണ്ടതുണ്ട്. ഖലീഫ അതിനാവശ്യമായ കാര്യങ്ങൾ നിർവഹിക്കാൻ തുടങ്ങി. എന്നാൽ അത്ര വലിയൊരു സംഘം യോദ്ധാക്കൾ മദീന വിട്ടുപോകുന്നത് വിപത്ത് വിളിച്ചു വരുത്തുമെന്ന് ഉമർ അടക്കമുള്ള മുസ്ലിങ്ങൾ ഭയന്നു. അതിനാൽ അദ്ദേഹം സിദ്ദീഖിനെ സമീപിച്ച് ഉത്കണ്ഠ അറിയിച്ചു. അദ്ദേഹത്തിന്റെ പ്രതികരണം ഖണ്ഡിതവും ധീരോദാത്തവുമായിരുന്നു. അബൂബക്കർ പറഞ്ഞു, അള്ളാഹുവാണേ, വന്യമൃഗം എന്നെ റാഞ്ചുമെന്ന് വന്നാലും നബി നിർദ്ദേശിച്ച ഉസാമയുടെ നിയോഗത്തിൽ നിന്ന് ഞാൻ പിന്തിരിയുകയില്ല. ഇക്കാര്യത്തിൽ ഞാൻ ഏകനായാലും ശരി, അത് നടപ്പിലാക്കുക തന്നെ ചെയ്യും. പട്ടികളും ചെന്നായ്ക്കളും കടിച്ചു കീറിയാലും പ്രവാചകന്റെ കൽപ്പന ഞാൻ ലംഘിക്കുകയില്ല. ഉസാമ ചെറുപ്പമാണ്, പ്രായം 20-ൽ കുറവ്. അതിനാൽ നേതൃമാറ്റം ആവശ്യമാണെന്ന് അധികം ആളുകൾ ആവശ്യപ്പെട്ടു. അക്കാര്യം അബൂബക്കറിനെ അറിയിക്കാൻ ഉമറിനെ ചുമതലപ്പെടുത്തി. അതനുസരിച്ച് സൈനിക നേതൃത്വത്തിൽ നിന്ന് ഉസാമയെ മാറ്റി മറ്റാരെയെങ്കിലും നിശ്ചയിക്കണമെന്ന് ഉമർ നിർദ്ദേശിച്ചു. ഇത് അബൂബക്കറിന്റെ ധാർമ്മിക രോഷം ആളിക്കത്തിച്ചു. ശക്തമായ ഭാഷയിൽ അദ്ദേഹം ചോദിച്ചു, നബിയാണ് അദ്ദേഹത്തെ നിയോഗിച്ചത്, ഞാൻ അദ്ദേഹത്തെ മാറ്റുകയോ? ഒടുവിൽ ആ ചെറുപ്പക്കാരന്റെ നേതൃത്വത്തിൽ മുഹാജിറുകളും അൻസാറുകളും ഉൾക്കൊള്ളുന്ന മുസ്ലിം സൈന്യം സിറിയയിലേക്ക് പുറപ്പെട്ടു. അവരിൽ പരിചയവും പക്വതയുമുള്ള പ്രായം ചെന്ന നിരവധി സ്വഹാബി പ്രമുഖരുണ്ട്. കരുത്തരായ യുവാക്കളുമുണ്ട്. ഉമറിനെ പോലുള്ള ധീര സാഹസികരുമുണ്ട്. എങ്കിലും നായകത്വം ഒരു കൊച്ചു പയ്യനിലാണ് അർപ്പിക്കപ്പെട്ടത്. എന്നിട്ടും അല്പം പോലും വെറുപ്പോ വൈമനസ്യമോ ഇല്ലാതെ എല്ലാവരും സാധാരണ സൈനികരെ പോലെ മുന്നോട്ട് നീങ്ങി. യാത്രയയക്കാൻ ഹദ്റത്ത് അബൂബക്കറും പുറപ്പെട്ടു. മടങ്ങാനുള്ള അവസരം ആസന്നമായപ്പോൾ അദ്ദേഹം ഉസാമയോട് പറഞ്ഞു, എന്നെ സഹായിക്കാൻ ഉമറിനെ വിട്ടുതരുന്നത് ഉപകാരപ്രദമായിരിക്കുമെന്ന് താങ്കൾക്ക് അഭിപ്രായമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും. ഭരണാധികാരി തന്റെ കീഴിലുള്ള സേനാനായകനോടാണ് ഇങ്ങനെ പറയുന്നതെന്ന വസ്തുത ഏറെ ശ്രദ്ധേയമാണ്. ഉസാമ ഉമറിനെ വിട്ടുകൊടുക്കുകയും അദ്ദേഹം അബൂബക്കറിനോടൊത്ത് മദീനയിലേക്ക് മടങ്ങുകയും ചെയ്തു. അബൂബക്കറും ഉമറും തമ്മിൽ പല കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. അത് അവരുടെ പ്രകൃതത്തിലും സ്വഭാവത്തിലുമുള്ള വൈജാത്യങ്ങളുടെ ഭാഗമായിരുന്നു. എങ്കിലും അവ ഒരിക്കലും അവരുടെ പരസ്പര സഹകരണത്തെയും ബഹുമാനത്തെയും ഒട്ടും പ്രതികൂലമായി ബാധിച്ചില്ല. ആദരവിനും ബന്ധത്തിനും അല്പവും പോറലേൽപ്പിച്ചില്ല. സുപ്രധാനമായ വിഷയങ്ങളിലെല്ലാം അബൂബക്കർ ഉമറുമായി കൂടിയാലോചിച്ചു. ഭിന്നാഭിപ്രായമുള്ള പ്രശ്നങ്ങളിൽ പോലും ഉമർ അബൂബക്കറുമായി സർവാത്മന സഹകരിച്ചു. ആ നേതൃത്വത്തിനു മുമ്പിൽ തന്റെ സകലവിധ സാധ്യതകളും കഴിവുകളും സമർപ്പിച്ചു. അങ്ങനെ അനുസരണ പ്രതിജ്ഞയുടെ ഘട്ടത്തിൽ പറഞ്ഞ വാക്കുകൾ പൂർണ്ണമായും അന്വർത്ഥമായി. താങ്കളാണ് എന്നേക്കാൾ ശക്തനെന്ന അബൂബക്കറിന്റെ വാക്കുകളെ പരാമർശിച്ച് ഉമർ പറഞ്ഞു, ആ ശക്തി സദാ താങ്കളോടൊപ്പം ഉണ്ടായിരിക്കും. ഉസാമയുടെ നേതൃത്വത്തിലുള്ള സൈന്യം ഉപദ്വീപിന്റെ വടക്ക് ശത്രുക്കളുമായി ഏറ്റുമുട്ടവേ മദീനയ്ക്ക് സമീപമുള്ള അബ്സ് ദുബിയാൻ ഗോത്രങ്ങൾ പൊതുഖജനാവിലേക്കുള്ള സക്കാത്ത് നിഷേധിച്ചു. അബൂബക്കർ അവരോട് യുദ്ധത്തിനൊരുങ്ങി. അദ്ദേഹം പ്രഖ്യാപിച്ചു, അള്ളാഹുവാണേ, നബിക്ക് നൽകിയ ഒരൊട്ടകത്തിന്റെ മൂക്കുകയറാണ് അവരെനിക്ക് നിഷേധിക്കുന്നതെങ്കിൽ പോലും അതിന്റെ പേരിൽ ഞാൻ അവരോട് യുദ്ധം ചെയ്യും. ഉമർ ഉൾപ്പെടെ അധികം ആളുകൾക്കും അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. തന്റെ ഭിന്നാഭിപ്രായം ശക്തമായ ഭാഷയിൽ അദ്ദേഹം രേഖപ്പെടുത്തി. താങ്കൾ എങ്ങനെ അവരോട് യുദ്ധം ചെയ്യും? നബി പറഞ്ഞിട്ടില്ലേ, ജനങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയുന്നത് വരെ ഞാൻ അവരോട് സമരം ചെയ്യും. ആരെങ്കിലും അങ്ങനെ പ്രഖ്യാപിച്ചാൽ അവന്റെ രക്തവും ധനവും നമ്മിൽ നിന്ന് സുരക്ഷിതമാണ്. ന്യായമായ അവകാശത്തിന്റെ പേരിലല്ലെങ്കിൽ അവരുടെ വിചാരണ അള്ളാഹുവിങ്കലാണ്. ഇത് കേട്ട ഖലീഫ പറഞ്ഞു, തീർച്ചയായും നമസ്കാരത്തിനും സക്കാത്തിനും ഇടയിൽ വ്യത്യാസം കൽപ്പിക്കുന്നവരോട് നാം യുദ്ധത്തിൽ ഏർപ്പെടുക തന്നെ ചെയ്യും. സക്കാത്ത് സമ്പത്തിന്റെ അവകാശമാണ്, ന്യായമായ അവകാശത്തിന്റെ പേരിലല്ലാതെ എന്ന് തിരുമേനി പറഞ്ഞിട്ടുണ്ടല്ലോ. ഒടുവിൽ അവരുമായി യുദ്ധത്തിന് തീരുമാനിച്ചു. സൈന്യത്തെ സജ്ജമാക്കി. ഉമർ ഫാറൂഖ് അതിന് പൂർണ്ണമായും സഹകരിച്ചു.
തനിക്ക് എതിർപ്പുള്ള കാര്യം തുറന്നു പറഞ്ഞു. തീരുമാനം മറിച്ചായപ്പോൾ വിശ്വസ്തനായ അനുയായിയെപ്പോലെ അതനുസരിച്ചു. ഖാലിദ് ബിൻ വലീദ് മാലിക് ബിൻ നുവൈറയെ വധിച്ച് അദ്ദേഹത്തിന്റെ ഭാര്യയെ വിവാഹം കഴിക്കുകയും യമാമയിൽ മുസൈലിമയുമായുള്ള പോരാട്ടത്തിൽ 1200ഓളം മുസ്ലിങ്ങൾ വധിക്കപ്പെട്ടതിന്റെ അടുത്ത ദിവസം മുജ്ജാഅയുടെ മകൾ ലൈലയെ പരിഗ്രഹിക്കുകയും ചെയ്തതിന്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തെ സൈനിക നേതൃത്വത്തിൽ നിന്ന് പിരിച്ചുവിടണമെന്ന് ഉമർ ശഠിച്ചു. അബൂബക്കർ വഴങ്ങിയില്ല. സിറിയയിൽ ഉസാമയുടെ നേതൃത്വത്തിലുള്ള മുസ്ലിം മുജാഹിദുകൾ വിജയിച്ചു. സക്കാത്ത് നിഷേധിച്ച അബ്സ് ദുബിയാൻ ഗോത്രങ്ങളെ പരാജയപ്പെടുത്താനും അനായാസം സാധിച്ചു. താമസിയാതെ അറേബ്യയിലെങ്ങുമുള്ള മതപരിത്യാഗികളോട് യുദ്ധം ചെയ്യാൻ അബൂബക്കർ തീരുമാനിച്ചു. ഖാലിദ് ബിൻ വലീദിന്റെ നേതൃത്വത്തിൽ അതിനായി പട്ടാളത്തെ നിയോഗിക്കുകയും ചെയ്തു. യമാമയിൽ വെച്ചുണ്ടായ ശക്തമായ പോരാട്ടത്തിൽ മുസ്ലിങ്ങൾ വിജയിച്ചെങ്കിലും നിരവധി പേർ നിഷ്കരുണം വധിക്കപ്പെട്ടു. രക്തസാക്ഷികളിൽ ഖുർആൻ മനഃപ്പാഠമാക്കിയ ധാരാളം ആളുകളും ഉണ്ടായിരുന്നു. ഇത് മുസ്ലിങ്ങളെ തീരാത്ത വേദനയിലും തീവ്ര ദുഃഖത്തിലുമാഴ്ത്തി. ഉമറിനെ പോലുള്ളവരുടെ മനസ്സുകളിൽ ഇത് ഖുർആന്റെ സുരക്ഷിതമായ നിലനിൽപ്പിനെ സംബന്ധിച്ച ഭയാശങ്കകൾ ജനിപ്പിച്ചു. അന്നോളം അത് സമ്പൂർണവും ക്രോഡീകൃതവുമായ രൂപത്തിൽ സൂക്ഷിക്കപ്പെട്ടിരുന്നത് സഹാബികളുടെ മനസ്സുകളിലായിരുന്നു. അവരിൽ വലിയൊരു വിഭാഗത്തിന്റെ വിയോഗം വല്ലാതെ ഭീതി വളർത്തി. അതിനാൽ വിശുദ്ധ ഖുർആൻ അത് രേഖപ്പെടുത്തിയ ഏടുകളിൽ നിന്നും ജനമനസ്സുകളിൽ നിന്നും പുസ്തകത്താളുകളിലേക്ക് പകർത്തേണ്ടത് അനിവാര്യമാണെന്ന് ഉമറിന് തോന്നി. അദ്ദേഹം അബൂബക്കറിനെ സമീപിച്ച് കാര്യം ധരിപ്പിച്ചു. എന്നാൽ അബൂബക്കറിന്റെ ആദ്യ പ്രതികരണം അനുകൂലമായിരുന്നില്ല. അദ്ദേഹം ചോദിച്ചു, നബി ചെയ്യാത്ത പ്രവൃത്തി ഞാൻ എങ്ങനെ ചെയ്യും? എങ്കിലും ഉമറിന്റെ ന്യായവാദത്തിനും യുക്തിഭദ്രമായ വിശകലനത്തിനു മുമ്പിൽ അദ്ദേഹത്തിന് തന്റെ നിലപാടിൽ നിന്ന് പിന്തിരിയേണ്ടി വന്നു. സയ്യിദ് ഇബ്നു സാബിത്തിനെ അക്കാര്യം ചുമതലപ്പെടുത്തി. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം ആ ഉത്തരവാദിത്വം ഭംഗിയായി നിർവഹിച്ചു. ചുരുക്കത്തിൽ ഖുർആൻ ക്രോഡീകരണത്തിന്റെ ചിന്ത അവതരിപ്പിച്ചത് ഉമറുൽ ഫാറൂഖാണ്, നടപ്പിലാക്കിയത് അബൂബക്കർ സിദ്ദീഖ്. ആ മഹത്കൃത്യത്തിന് കഴിഞ്ഞ 14 നൂറ്റാണ്ടുകളിലൂടെ കടന്നുപോയ കോടാനുകോടി മനുഷ്യർ അവരോട് കടപ്പെട്ടിരിക്കുന്നു. മതപരിത്യാഗികളോടുള്ള പോരാട്ടം പര്യവസാനിച്ചതോടെ അബൂബക്കർ തൊട്ടടുത്ത പ്രദേശമായ സിറിയയിലെ മർദ്ദിത ജനതയെ മോചിപ്പിക്കാൻ തീരുമാനിച്ചു. അക്കാര്യം പ്രഗത്ഭരായ സഹാബികളുമായി കൂടിയാലോചിച്ചു. അവരുടെ മുന്നിലുണ്ടായിരുന്നത് ഹദ്റത്ത് ഉമറാണ്. അദ്ദേഹം അനുകൂലമായി പ്രതികരിച്ചു. അതിന്റെ അനിവാര്യത ഊന്നി പറഞ്ഞു. അക്കാര്യത്തിൽ ഖലീഫക്കുള്ള തന്റേടവും സാമർഥ്യവും വ്യക്തമാക്കി. ആവശ്യമായ പ്രേരണയും പ്രോത്സാഹനവും നൽകി. അതോടെ യുദ്ധപ്രഖ്യാപനമുണ്ടായി. പോർക്കളത്തിലേക്കുള്ള യാത്രയ്ക്ക് സജ്ജമാകാൻ പട്ടാളക്കാരോട് അദ്ദേഹം ആവശ്യപ്പെട്ടു. പലരുടെയും പ്രതികരണം പ്രതീക്ഷിച്ച വിധം അനുകൂലമായിരുന്നില്ല. കാരണം അവർ റോമക്കാരെ അത്രയേറെ ഭയപ്പെട്ടിരുന്നു. അതിനാൽ ഉമറുൽ ഫാറൂഖ് അവർക്ക് ആവശ്യമായ ധൈര്യവും കരുത്തും നൽകാൻ ആഗ്രഹിച്ചു. അദ്ദേഹം അവരെ പ്രോത്സാഹിപ്പിച്ച് പറഞ്ഞു, മുസ്ലിം സമാജമേ, നിങ്ങൾക്ക് എന്ത് പറ്റി? നിങ്ങളുടെ ഖലീഫ മാന്യ ജീവിതം ഉറപ്പുവരുത്താൻ ക്ഷണിക്കുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് ഉത്തരം നൽകുന്നില്ല? ഉമറിന്റെ ചോദ്യം അവരുടെ അന്തരംഗങ്ങളിൽ ആന്തോളനങ്ങൾ സൃഷ്ടിച്ചു. ജിഹാദിനുള്ള ആവേശം ഇളക്കി, രക്തസാക്ഷിത്വത്തോട് പ്രേമം ജനിപ്പിച്ചു. അവർ സടകുടഞ്ഞെഴുന്നേറ്റ് സമരസജ്ജരായി ശത്രുക്കളെ നേരിടാൻ ഇറങ്ങിത്തിരിച്ചു. അതിലവർ വിജയം വരിക്കുകയും ചെയ്തു. ഉമറിന്റെ സമീപനത്തിൽ സാരമായ മാറ്റം വരുത്തുന്നതിൽ അബൂബക്കർ അനൽപമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. പ്രതിയോഗികളോടുള്ള പെരുമാറ്റം കർക്കശമാവരുതെന്നായിരുന്നു ഉമറുൽ ഫാറൂഖിന്റെ അഭിപ്രായം. സമുദായത്തിന്റെ സുരക്ഷിതത്വത്തെ സംബന്ധിച്ച ഭയാശങ്കകളായിരുന്നു കാരണം. പ്രവാചകന്റെ ശാരീരിക സാന്നിധ്യമില്ലാത്ത സമൂഹത്തിന് എത്രത്തോളം മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് അദ്ദേഹം ന്യായമായും ചിന്തിച്ചിരിക്കണം. അതിനാലാണ് ഉസാമയെ വടക്കൻ ഭാഗത്തേക്ക് അയച്ചപ്പോഴും മതപരിത്യാഗികളോട് പോരാട്ടത്തിന് പുറപ്പെട്ടപ്പോഴും സകാത്ത് തടഞ്ഞവരോട് യുദ്ധത്തിനൊരുങ്ങിയപ്പോഴും തടസ്സം പറഞ്ഞത്. എന്നാൽ അബൂബക്കറിന്റെ ധീരോദാത്തമായ സമീപനവും കർക്കശമായ നയവും പ്രവാചക പാരമ്പര്യത്തോടുള്ള പ്രതിബദ്ധതയും ഉണ്ടാക്കിയ നേട്ടങ്ങൾ നേരിൽ കാണാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അത് ഉമറിൽ പ്രകടമായ പരിവർത്തനങ്ങൾ വരുത്തി. സിറിയയിലേക്ക് സൈന്യത്തെ അയക്കുന്ന കാര്യത്തിൽ അദ്ദേഹം സ്വീകരിച്ച ആവേശകരവും ഉറച്ചതുമായ നിലപാട് ഇക്കാര്യം വ്യക്തമാക്കുന്നു. അബൂബക്കറിന്റെ ഓരോ കാൽവെപ്പിലും ഏറ്റവും വലിയ സഹായി ഉമറുൽ ഫാറൂഖ് ആയിരുന്നു, സത്യസന്ധനായ സഹപ്രവർത്തകൻ.
വിയോജിപ്പുള്ള വിഷയങ്ങളിൽ പോലും അത് പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ ഉമർ സർവാത്മന സഹകരിച്ചു. ആവശ്യമായ ഉപദേശ നിർദ്ദേശങ്ങൾ നൽകി. ക്രിയാത്മക വിമർശനങ്ങളും രചനാത്മക നിരൂപണങ്ങളും ഉണ്ടായി. രണ്ടാളുകളുടെയും ലക്ഷ്യം ഒന്നായിരുന്നു: ഇസ്ലാമിന്റെ ഔന്നത്യവും സമുദായത്തിന്റെ നേട്ടവും രാഷ്ട്രത്തിന്റെ സുരക്ഷിതത്വവും അവയ്ക്കായുള്ള ശ്രമത്തിലൂടെ സ്വർഗലബ്ധി. അതിനാൽ അവർ ഒത്തൊരുമിച്ച് ശ്രമിച്ചു. കാണപ്പെടുന്ന നേട്ടങ്ങൾ കൈവരിച്ചു. യുഗാന്തരങ്ങൾ പിന്നിട്ടാലും മാനവരാശിക്ക് അവ അവഗണിക്കാനോ അനുസ്മരിക്കാതിരിക്കാനോ സാധ്യമല്ല.